തിരുവനന്തപുരത്ത് രണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിവാദം നടക്കുകയാണ്. ഒന്ന്, ശിവൻകുട്ടി അണ്ണൻ ഒരു ഡയലോഗ് അടിച്ചു. തൃശ്ശൂർ നിന്നാണ് അടിച്ചത്. ഞാൻ ഇനി മത്സരിക്കുന്നില്ല. അദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരുന്നത് ഇപ്പൊ അത് അടിച്ചത് ഒരു പക്വത ഇല്ലാത്തൊരു അടിയാണ് അടിച്ചത്. കാരണം രാജീവ് ചന്ദ്രശേഖർ ഇപ്പുറത്ത് മത്സരിക്കാൻ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്നൊക്കെ പറഞ്ഞൊരു ഹൈപ്പിൽ കിടക്കുന്ന ഒരു PR വർക്ക് കിടപ്പാണ് തിരുവനന്തപുരത്ത്. രാജീവ് ചന്ദ്രശേഖർ ജയിക്കും, പിന്നെ കോർപ്പറേഷനിൽ BJP മുന്നിൽ വന്നു എന്ന് പറഞ്ഞ് വലിയൊരു ഹൈപ്പ് കിടക്കുന്ന സമയത്ത് ശിവൻകുട്ടി അത് പറഞ്ഞ് ശരിയായാലും ഉടൻ തന്നെ അദ്ദേഹം തിരുത്തി. ഉടനെ ആ സെക്കൻഡിൽ തന്നെ അദ്ദേഹം തിരുത്തി. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കുമെന്നാണ്. ഇനിയിപ്പോൾ പാർട്ടി തീരുമാനിച്ചാലും ഇത് സോഷ്യൽ മീഡിയയിൽ കിടക്കും, ഇത് ഒരുപാട് കറങ്ങും. ഒരുപാട് സാറ്റലൈറ്റ് ചാനലുകളും അല്ലെങ്കിൽ ഡിജിറ്റൽ ചാനലുകളിലൂടെയൊക്കെ ആൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, വീഡിയോസ് വന്നു കഴിഞ്ഞു. ഇത് കിടന്ന് കറങ്ങും. അതിൻ്റെ ഒരു ആവശ്യമില്ല, ഒരു പക്വത ഇല്ലായ്മ ഉണ്ടായിരുന്നു. അതിനേക്കാൾ പക്വതയില്ലാത്തൊരു തീരുമാനമാണ് ശ്രീലേഖ IPS മാഡം പറഞ്ഞത്. മാഡം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇല്ല. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ കയറ്റത്തിൻ്റെയും ഇറക്കത്തിൻ്റെയും ഒക്കെയാണ്. അവിടെ പലപ്പോഴും വാക്ക് കൊടുക്കും, ചിലപ്പോൾ അങ്ങനെ പറയാം, നമുക്ക് നോക്കാം, നിങ്ങൾ നിൽക്കൂ. ഇപ്പോൾ ദീപ്തി മേരി വർഗീസിനോട് നിൽക്കാൻ പറഞ്ഞിട്ടാണ് അവർ നിന്നത്. അവരോട് പറഞ്ഞ് VD സതീശനാണ് നേരിട്ട് പറഞ്ഞത്, നിങ്ങൾ നയിക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പ്രതീക്ഷിച്ചു കൊച്ചി മേയറാകുമെന്ന്. പക്ഷേ മേയറായത് ഒരു മിനിമോളാണ്. അപ്പോൾ ഇതിങ്ങനെ വരും. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നതിനകത്ത് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന പല ബോഡികളുടെ പ്രശ്നമുണ്ട്. ഉദാഹരണം ഇപ്പോൾ CPM-നകത്താണെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ജില്ലാ കമ്മിറ്റി തീരുമാനിക്കണം, പിന്നെ ഏരിയ കമ്മിറ്റി തീരുമാനിക്കണം, പല പല കമ്മിറ്റികൾ തീരുമാനിക്കണം, പിന്നെ സംസ്ഥാന കമ്മിറ്റി, പിന്നെ അങ്ങനെ വലിയ കോംപ്ലിക്കേറ്റഡ് ആണ് CPM-നകത്ത് ഇതുപോലത്തെ കാര്യങ്ങൾ വരാൻ. അതാണ് അവർ 3 പേരെ മത്സരിപ്പിച്ചിട്ട് ശിവജി മത്സരിച്ചു, ശ്രീകുമാർ മത്സരിച്ചു, വഞ്ചിയൂർ ബാബു മത്സരിച്ചു, അതിലാരാണെന്ന് അവർ പറഞ്ഞില്ല. പിന്നെ ദീപക് മത്സരിച്ചു, അവസാനം അവർ ആരാണ് എന്നുള്ളതൊന്നും പറഞ്ഞില്ല. അതങ്ങനെ വരും. അത് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ വരും. എന്തായാലും താങ്കൾ ശ്രീലേഖ IPS അവർ പിന്നെ തെരഞ്ഞെടുപ്പിന് ഇനി മത്സരിക്കുകയാണെങ്കിൽ, മത്സരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കത്തില്ലേ? ഇപ്പൊ മോഡിയോ അമിത്ഷായോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളോ രാജീവ് ചന്ദ്രശേഖരോ ഒക്കെ പറഞ്ഞാൽ മത്സരിക്കത്തില്ലേ? നിങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അല്ലേ? സംസ്ഥാന കമ്മിറ്റി കൂടി സ്ട്രോങ് ആയൊരു തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് മത്സരിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ മത്സരിക്കേണ്ടി വരും. അപ്പോൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഒരു എർത്ത് പോലെ അവിടെ കിടക്കും. അപ്പൊ രാഷ്ട്രീയത്തിൽ അകത്ത് പറയാം, അകത്ത് വേണമെങ്കിൽ പറയാം, പക്ഷെ പുറത്ത് പറയുമ്പോൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇത് പറയുമ്പോൾ ഇതിനകത്തൊരു ചെറിയ പ്രശ്നം വരും. അതേസമയം സ്വാഭാവികമായി താങ്കൾ മത്സരിച്ചപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കോർപ്പറേഷനിലെ ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ചു, എസ്പെഷ്യലി ഈ വലിയ രാഷ്ട്രീയമൊന്നുമില്ലാത്ത കോർപ്പറേഷനെ വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് പ്രതീക്ഷിച്ചു. കാരണം നിങ്ങൾ പല കാരണങ്ങളുണ്ട്. അത് വനിതയാണ്, DGP ആണ്, വളരെ ബോൾഡായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെപ്പോലെ ഒരാളിനെ മത്സരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ അത് തന്നെ ആയിരിക്കും BJP ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അങ്ങനെ വരാം. അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ട് വലിയൊരു സോഷ്യൽ ഹൈപ്പുള്ള ഒരാൾ മത്സരിച്ചാൽ അവർ തന്നെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വീണ്ടും ബാക്കി മത്സരിച്ചവരും എല്ലാം വലിയ നേതാക്കളാണ്. അവർ പാർട്ടിയിൽ വലിയ നേതാക്കളാണ്. പാർട്ടി ഘടന എന്ന് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വൈസ് പ്രസിഡന്റ് ആണ്, പക്ഷേ സെക്രട്ടറി രാജേഷ് പല വർഷം വന്നതാണ്. അങ്ങനെ പല കണ്ടീഷൻസും പല ഘടകങ്ങളും നോക്കി വന്നപ്പോൾ താങ്കൾ പുറത്തായി. പക്ഷെ പുറത്താകേണ്ടിയിരുന്നില്ല, താങ്കളായിരുന്നു മേയർ ആകേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. താങ്കൾക്ക് അങ്ങനെ ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏത് ഘട്ടത്തിലാണ്, എവിടെയാണ് എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. പക്ഷേ കേന്ദ്ര നേതൃത്വം വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ജില്ലാ നേതൃത്വത്തിന് കരമന ജയന്റെ വാക്കുകൾക്ക് വലിയൊരു സേ ഉണ്ടായിരിക്കും, രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കിന് ഒരു സേ ഉണ്ടായിരിക്കും, സംസ്ഥാന കമ്മിറ്റിയിൽ S സുരേഷിനെ പോലെയുള്ളവരുടെ വാക്കുകൾക്ക് സേ ഉണ്ടായിരിക്കും, കുമ്മന രാജശേഖരനെ പോലെയുള്ള അങ്ങനെ ഒരുപാട് ആളുകൾക്ക് സേ ഉണ്ടായിരിക്കും. പിന്നെ RSSന്റെ സംഘപരിവാറിന്റെ തിരുവനന്തപുരം നോക്കുന്നവരുടെ സേ ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ സെൻട്രലിൽ ചെല്ലുമ്പോൾ പിന്നെ സെൻട്രലിൽ BL സന്തോഷിന്റെ ഒരു സേ ഉണ്ടായിരിക്കും, V മുരളീധരന്റെ സേ ഉണ്ടായിരിക്കും, K സുരേന്ദ്രന്റെ ഒരു ഇടപെടൽ കാണും. ഇടപെടൽ എന്ന് പറഞ്ഞാൽ മോശമായിട്ട് നല്ലതായിട്ടല്ല, എല്ലാം കാണും. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതൊരു ഗിമ്മിക്ക് പരിപാടിയാണ്. ഈ പൊളിറ്റിക്സിൽ നമ്മൾ വിചാരിക്കുന്ന ആളായിരിക്കത്തില്ല കേക്ക് അടിക്കുന്നത്. കേക്ക് കഴിക്കുന്നത് ചിലപ്പോൾ മറ്റൊരാളായിരിക്കും. അത് പൊളിറ്റിക്സിലുണ്ടാവും. തിരിച്ചും വരാം. ഇത് രാജേഷിനും തിരിച്ച് സംഭവിക്കാം. രാജേഷിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് നടത്തിയതിന് ശേഷം എന്ന് വിചാരിച്ചിട്ട് മറ്റൊരാളിന് കിട്ടാം, മറ്റൊരാളിനെ നിർത്തിയിട്ട് ഇവർക്ക് കിട്ടാം. അത് വരാം. ഇത് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ വരുന്നു എന്നുള്ളതൊരു വലിയ പ്രധാനമാണ്. മേഡം അത് പറഞ്ഞു, പുറത്ത് പറഞ്ഞു. പക്ഷെ അതിന് പറഞ്ഞത് കൊണ്ട് നമ്മളെ കേരള സമൂഹം അത് എടുക്കുന്നത് നല്ല അർത്ഥത്തിലല്ല. എങ്കിൽ അങ്ങനെ ഒരു വനിത പറഞ്ഞു, അവർക്ക് പാർട്ടി ഒരു ഉറപ്പ് കൊടുത്തു, പറഞ്ഞു, അത് നടന്നില്ല എന്നുള്ള അർത്ഥത്തിൽ എടുക്കത്തില്ല. ഇതിനെ ട്രോളി ഇല്ലാതാക്കി എങ്ങനെയെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ അതിൻ്റെ നിങ്ങളുടെ സ്ഥാനാർത്ഥിത്വം തെറിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ നിങ്ങൾ മത്സരിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു ആയുധമാക്കി എടുക്കുന്ന ഒരു അഴുക്ക സമൂഹമാണ് നമ്മൾ. അവിടെ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് മെയ്വഴക്കത്തിന്റെ ആവശ്യമുണ്ട്. ലതിക സുഭാഷിനെ പോലെ ഇപ്പോൾ കോൺഗ്രസിന്റെ കണക്കെടുത്തു, എത്ര പേരാണ് പുറത്തു പോയവരൊന്നും അപ്പുറത്ത് ചെന്നിട്ട് അവർക്ക് അർഹമായ സ്ഥാനം കിട്ടിയിട്ടേയില്ല. അവരെ അനിൽകുമാർ, AP അനിൽകുമാർ
പിന്നെ ഒരു അനിൽകുമാർ പോയി, അനിൽകുമാറിനെ ഒരു എന്തോ ഒരു സംഘടനത്തിൻ്റെ ആക്കി, പ്രശാന്ത് പോയി, പിന്നെ KV തോമസ് പോയി, മറ്റേ നമ്മുടെ പിന്നെ ലതിക സുഭാഷ് പോയി. എല്ലാവരും പോയെങ്കിലും അവർക്ക് നിന്നതിനേക്കാൾ വലിയ സ്പേസ് കിട്ടുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ചേരുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാം. അപ്പോൾ രാഷ്ട്രീയത്തിൽ ചേരുമ്പോൾ ഇപ്പോൾ കണ്ണന്താനം, അൽഫോൺസ് കണ്ണന്താനം ആദ്യം MLA ആയി, അല്ലെ പിന്നെ MP ആക്കി, രാജ്യസഭ MP ആക്കി, പിന്നെ മന്ത്രിയാക്കി, പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന് വീണ്ടും പലതും കൊടുത്തില്ല. അപ്പോൾ ഇതിങ്ങനെ വരും. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരുപാട് മെയ്വഴക്കങ്ങളുടെയും ഒരു ചതുരംഗ കളിയാണ് രാഷ്ട്രീയം. അവിടെ ആര് എന്ത് എപ്പോൾ എങ്ങനെ ഏത് കരുക്കൾ നീക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഒന്നിച്ചുണ്ടുറങ്ങി കിടന്നിട്ട് നമുക്ക് ചിലപ്പോൾ പാര വരാം, ഒന്നിച്ചുണ്ടുറങ്ങി കിടന്നതിന് ശേഷം നമുക്ക് ഗുണകരമായിട്ടും വരാം, രണ്ടും വരാം. ഇതെല്ലാം വരുന്നതാണ് പൊളിറ്റിക്സ്. അപ്പോൾ അവിടെ ഒരു മെയ്വഴക്കത്തിൻ്റെ പ്രശ്നമുണ്ട്. എന്തായാലും മേഡം ഇപ്പോൾ എല്ലാ ചാനലുകൾക്കും പറയുന്ന ബൈറ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് ആ വിഷയം മാറി. തിരുവനന്തപുരത്ത് ഒരു വിവാദ വിഷയമായി അത് 2 ദിവസമെങ്കിലും നിൽക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ അപകടം വരാൻ പോകുന്നത്, താങ്കൾ ഇനി തെരഞ്ഞെടുപ്പിന് വല്ലതും മത്സരിക്കുകയാണെങ്കിൽ ഇതൊരു വിഭാഗീയത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എതിരാളികൾ കൃത്യമായി ഈ ആയുധം ഉപയോഗിക്കും. അതാണ് കേരളം. കരുതി വയ്ക്കും. അല്ലെങ്കിൽ ഇത് അവർ ഒരു കോൺടെസ്റ്റിൽ പറഞ്ഞതാണ്, ആ കോൺടെസ്റ്റ് കഴിഞ്ഞു, കാലവും കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മളത് കുത്തിപ്പൊക്കി എടുക്കണ്ട എന്ന് വിചാരിക്കത്തില്ല. 30 വർഷം മുമ്പുള്ളതാണെങ്കിലും നമ്മൾ കുത്തിയെടുക്കും. ആർക്കൈവുകളിലൊക്കെ അത് കാണും, ആളുകളുടെ കയ്യിൽ കാണും. അതെല്ലാം കൂടെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് നിങ്ങൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമായിട്ട് അടിക്കുന്ന ഇതായിരിക്കും. ഇതിനിടയിൽ വട്ടിയൂർക്കാവിൽ നിങ്ങൾ മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, മേഡം മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാർത്ത കേൾക്കുന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരം സെൻട്രലിലേക്ക് മാറുന്നു എന്നുള്ള, ഇങ്ങനെ പലതരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്തകൾ വരുന്നതിനിടയിൽ താങ്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറെ കൂടി രാഷ്ട്രീയ പക്വത ചിന്തിക്കണം. കാരണം വേറെയും പ്രശ്നമുണ്ട്. നിങ്ങൾ 60 വയസ്സ് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഈ വർഷം 5 വർഷം കൂടെ ഇരുന്ന് 65 വയസ്സാകും. പിന്നെ ഏത് വർഷത്തിലാണ് ഞാൻ ആവുന്നതിന്? അടുത്ത ചാൻസ് ആകാനും പറ്റില്ല. കാരണം അടുത്തത് പുരുഷന്മാർക്ക് കൊടുക്കും. അപ്പോൾ പിന്നെ അടുത്തിന് BJP കിട്ടണം, മേയർ ആവണമെങ്കിൽ തന്നെ BJP കിട്ടണം, നിങ്ങൾ ജീവിച്ചിരിക്കണം, നിങ്ങൾക്ക് പ്രായം ആരോഗ്യം അനുവദിക്കണം, ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ 60 കഴിഞ്ഞല്ലോ, ഇപ്പോൾ റിട്ടയർ ആയിട്ടും കുറച്ച് ദിവസമായല്ലോ. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറുപ്പമല്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ അണ്ണാമലയൊക്കെ രാജിവെച്ചതുപോലെ ചെറിയ പ്രായത്തിൽ വന്ന ആളല്ല. അപ്പോൾ പിന്നെ ഇപ്പം അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഗവർണർ പദവി നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു പദവിയാണ്. അതും വലിയ സാധ്യതയുള്ളൊരു പദവിയാണ്. ഇവിടെ BJP ഇങ്ങനെയൊക്കെ ഇട്ട് കളിച്ചാൽ കേന്ദ്രത്തിൽ അവരാണെങ്കിൽ, അവർ കളിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റൊരു സാധ്യതയുണ്ട്. എന്തായാലും ഇത് തിരുവനന്തപുരത്ത് ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി, മേയർ തെരഞ്ഞെടുപ്പ് ഒരു കല്ലുകടിയായി. പക്ഷേ ആ കല്ലുകടിക്ക് ഒരു റൗണ്ട് കൂടി മേഡം കൂടി പറഞ്ഞപ്പോൾ അത് വെടിവെക്കുന്ന നിലയിലേക്കുള്ള ഒരു വളർച്ചയായി, ഒരു രാഷ്ട്രീയ ആയുധമായി എതിരാളികൾക്കും ചാനലുകൾക്കും കിട്ടിയിരിക്കുന്ന ഒരു പുതിയ സാഹചര്യമാണ് ഇപ്പോൾ കോർപ്പറേഷനിൽ ഉണ്ടായിരിക്കുന്നത്.